ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിയറീസ് ഓഫ് എത്തിക്സ് ആണ്. അത് 3 തിയറീസാണ് എത്തിക്സിനുള്ളത്. ഒന്നെന്നാണ് ടെലിയോളജിക്കൽ, ഡെനോളജിക്കൽ, വിർച്വൽ എന്ന് പറഞ്ഞിട്ട് 3 തിയറീസാണ്. നമ്മുടെ ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ബിസിനസ് സിറ്റുവേഷൻ. ഒരു ബിസിനസ് സിറ്റുവേഷൻ്റെ അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് എടുക്കുന്ന ഡിസിഷൻസ് തെറ്റോ ശരിയോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് എന്തെന്നാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ബിസിനസ് എത്തിക്സ് എന്ന കാര്യം ഒന്നെങ്കിൽ ചിലപ്പോൾ റൈറ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ റൈറ്റ് ചെയ്യാത്ത പ്രിൻസിപ്പിൾസും കോഡ്സൊക്കെ ഉണ്ടാവും ആൻഡ് വാല്യൂസ് ഉണ്ടാവും. അത് എന്താ പറയുക, ആക്ഷൻസ് അതായിരിക്കും അവരുടെ ഡിസിഷൻ എടുക്കാനും അതുപോലെ അവിടുത്തെ പ്രവർത്തനങ്ങൾക്കും ഈ കാര്യമാണ് ഉപയോഗിക്കാറ്. ഇറ്റ് അപ്ലൈ ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് കണ്ടക്ട് ഓൺ ബിഹാഫ് ഓഫ് ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് എൻ്റയർ കമ്പനി. രണ്ട് ഇൻഡിവിജ്വൽസിനോ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ കമ്പനിക്കായിരിക്കും ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ഒന്നെങ്കിൽ ഒരു വ്യക്തിക്കോ അതല്ലെങ്കിൽ ആ കമ്പനിയുടെ എല്ലാ ആവശ്യത്തിനും വേണ്ടിയിട്ടായിരിക്കും ഈ കാര്യം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ എന്താ പറയുക, ഓരോ വ്യക്തികളും ആ കാര്യങ്ങൾ സ്വീകരിക്കുകയും വേണം. അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ എത്തിക്കൽ കൂടുന്നുണ്ട്. ഇനി നമ്മുടെ തിയറി ഓഫ് എത്തിക്സ് എന്താണ്? തിയറി ഓഫ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് എൻ്റെ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബിസിനസ് ഈസ് അണ്ടർസ്റ്റുഡ് ആൻഡ് എക്സ്പ്ലെയിൻ ആൻഡ് പ്രെഡിക്റ്റഡ്. അതായത് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുക, അതുപോലെ എന്തൊക്കെ ഉണ്ടാവും, ഇനി അടുത്തത് എന്താ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ അതിനൊക്കെ പറയണതാണ് എന്തെന്ന് പറഞ്ഞത് ബിസിനസ് തിയറീസ് എന്നാണ്. തിയറി ഓഫ് ബിസിനസ് കൺസിഡർ ആസ് ദാറ്റ് മോഡൽസ് ഓഫ് ബിസിനസ് റിയാലിറ്റി. ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞത് ഒരു ബിസിനസ്സിൻ്റെ റിയാലിറ്റി, ബിസിനസ് എന്താണോ നടക്കുന്നത് അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ അത് പ്രെഡിക്റ്റ് ചെയ്യുക. സബ്ജക്റ്റ് മാറ്റർ ബിസിനസ് എത്തിക്സിൻ്റെ കാര്യങ്ങൾ അത് മുൻകൂട്ടി പറയുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെ പറയുന്നതാണ് എന്തെന്നാണ് തിയറി ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ടെലിയോളജിക്കൽ തിയറി എന്ന് പറയുന്നത്. എത്തിക്കൽ തിയറി നമുക്കതെന്താണെന്ന് പറയാം. ടെലോസ് ഇൻ എ ഗ്രീക്ക് മീൻസ് ദ എൻഡ്. എൻഡ് എന്ന് പറഞ്ഞാൽ അവസാനം എന്നല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത് അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ എന്താണോ റിസൾട്ട്, എന്താണോ ഉണ്ടാവുക റിസൾട്ട് അല്ലെങ്കിൽ മാർഗം, അതിനൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇതിൽ എൻഡ് എന്ന് പറഞ്ഞാൽ അവസാനം എന്നല്ല ഇതിൻ്റെ അർത്ഥം. ദ റൈറ്റ്നെസ് ഓഫ് ആക്ഷൻ ഈസ് ഡിറ്റർമിൻസ് ഓൺലി ബൈ ദ എമൗണ്ട് ഓഫ് ഗുഡ് കോൺസിക്വൻസ് പ്രൊഡ്യൂസ് ബൈ ദ ആക്ഷൻസ്. ഒരാളുടെ പ്രവൃത്തി നല്ലതാണോ അതുപോലെ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത്, ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതാണ് എന്തെന്നാണ് ടെലിയോളജിക്കൽ തിയറി എന്നാണ്. ആക്ഷൻ ക്യാൻ ബി മൊറാലിറ്റി റൈറ്റ് ഓർ റോങ് ഡിപ്പെൻഡിങ് ഓൺ ദി ഗുഡ് ഓർ ഈവിൾ ജനറേറ്റ് ബൈ ദ ആക്ഷൻ. ഒന്നെങ്കിൽ ശരിയോ അതല്ലെങ്കിൽ തെറ്റോ, മോറലി ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ, അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണോ? അത് റൈറ്റ് ആണെങ്കിൽ അത് ഗുഡായിട്ട് ഡിപ്പെൻഡ് ചെയ്യണോ, അല്ലെങ്കിൽ റോങ് ആകുമ്പോൾ ഈവിളായിട്ടായിരിക്കും അവരുടെ ആക്ഷൻ, അവരുടെ പ്രവർത്തനത്തിൽ എത്തിക്കണം. പിന്നെ ഇതിനെ ഒന്നും കൂടി പറയും കോൺസിക്വൻഷ്യലി അപ്രോച്ച് ഒന്നും കൂടി ഈ ടെലിയോളജിക്കൽ അപ്രോച്ചിനെ ഇതിനെ പറയും. ഇതിൽ പിന്നെ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ തിയോളജിക്കലിന് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, വിത്ത് ദിസ് എബിൾ ലൈൻ ടു സേവ് വൺസ് ലൈഫ് വുഡ് ബി എത്തിക്കലി ആക്സെപ്റ്റബിൾ. അതായത് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നുണ പറയുന്നത് അത് എത്തിക്കലായിട്ട് ആക്സെപ്റ്റ്, അത് അൺഎത്തിക്കലാവില്ല അല്ലേ? ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില സാഹചര്യത്തിൽ നുണ പറഞ്ഞു എന്ന് വരാം. അപ്പം അങ്ങനത്തെ ഒരു ഇതിനെ അപ്രോച്ചിനെ പറയണതാണ് എന്തെന്നാണ് ടെലിയോളജിക്കൽ. എന്താണോ അവർക്ക് ഒരു കാര്യം ചിലപ്പോൾ അത് നല്ല രീതിയിൽ എടുക്കുകയാണെങ്കിൽ അത് നല്ലതും, അത് ചീത്ത രീതിയിൽ എടുക്കുകയാണെങ്കിൽ അത് ചീത്ത ഇതാവും. അങ്ങനെ പറയുന്ന തിയറിയാണ് ടെലിയോളജിക്കൽ തിയറി എന്ന് പറഞ്ഞാൽ. അയാളുടെ ലക്ഷ്യം, മാർഗം എന്താണോ അത് ആക്സെപ്റ്റ് ചെയ്യാം. ഇതിന് 3 ഫോംസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞത് ഈഗോയിസം എന്ന് പറഞ്ഞതാണ് ആദ്യത്തെ എന്ന് പറഞ്ഞത്. ഈഗോയിസം ഈസ് ആൻ ethical theory that considers self-interest on the basis of morality. എന്താണ് ഈഗോയിസം എന്ന് പറഞ്ഞത്? സ്വന്തം താല്പര്യം അല്ലേ? നിങ്ങൾക്ക് അറിയാണോ ഈഗോസ്? അത് സ്വന്തമായിട്ട് ഈഗോ ആണെന്നൊക്കെ പറയില്ല, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയുക ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതായത് അയാളുടെ ഇൻട്രസ്റ്റ്, അയാൾക്ക് എന്താണോ അത് വേണ്ടത് ആ കാര്യം എടുക്കുന്നതിന് പറയുന്നതാണ് ഈഗോയിസം എന്ന് പറഞ്ഞത്. അക്കോർഡിംഗ് ടു ദിസ് ഇസ് തിയറി, ഈഗോയിസം morally right only West promotes an agent's long term interest. ഏജന്റ് എന്ന് പറഞ്ഞത് എന്താ പറയുക, നമ്മുടെ
എന്താ പറയുക, ഈ നമ്മൾ ചെയ്യുന്ന വ്യക്തിയില്ലേ, നമ്മുടെ നമ്മൾ ആരാണോ സ്വന്തം ചെയ്യണം ആ ആളെയാണ് ഏജൻറ്റ് എന്ന് ഇതിൽ പറയണത്. അതായത് സ്വന്തം താല്പര്യം എടുക്കുന്നതിനാണ്, സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതാണ് പ്രയോജിച്ച് ചെയ്യുന്ന ഒരാളുടെ പ്രവൃത്തിയുടെ ആ താല്പര്യം അയാൾ അത് ലോങ് ടേമിലേക്ക് യൂസ് ചെയ്യണം. ആ കാര്യം അയാളുടെ സ്വന്തം കാര്യത്തിന് അയാളത് കുറേ കാലത്തേക്ക് വേണ്ടി യൂസ് ചെയ്യണം. അതൊരു ബെനിഫിറ്റായിട്ട് മൊറാലിറ്റി, അതായത് നല്ല രീതിയിലേക്ക് അയാളുടെ കാര്യം മാത്രം നോക്കുക, മറ്റുള്ള കാര്യത്തിൽ ഇടപാടാണ്ട് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ എടുക്കുക. അതിനെ പറയണതാണ് എന്ത് ഈഗോയിസം എന്ന് പറയുന്നത്. ഹിയർ സെൽഫ് ഇൻ ബിക്കം ദ മെഷർ ഓഫ് റൂട്ട് ഓഫ് ദയർ ദിസ് action decision taken based on theory of egoism give a great importance to parties in and do not take in consideration the interest of any other party. അതായത് സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾ മാത്രമാണ് അവർ നോക്കുള്ളൂ, മറ്റുള്ളവരുടെ എന്താണ് താല്പര്യങ്ങളൊന്നും ഇവരതേ കൺസിഡർ ചെയ്യാറില്ല. എന്താണോ അവരുടെ താല്പര്യം അതനുസരിച്ചിട്ട് തന്നെയാണ് അവർ പോവാറുള്ളൂ. അവരുടെ ക്രിറ്റിസിസം എന്ന് പറഞ്ഞത് ഇതെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് അല്ല, ഇത് സബ്ജക്റ്റീവാണ്, പക്ഷപാതമാണ് ഇവിടേക്ക് കൂടുതൽ. അവർ വെദർ ഇറ്റ് പ്രൊമോട്ട് ദെയർ സെൽഫ് ഇൻട്രസ്റ്റ് ഓർ നോട്ട്, അവരുടെ താല്പര്യം മാത്രമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ താല്പര്യമല്ല, മറ്റുള്ളവരുടെ താല്പര്യം ഒന്നും അവർ കൺസിഡർ ചെയ്യുന്നില്ല. സ്വന്തമായിട്ട് എന്താണോ ചെയ്യേണ്ടത് ആ കാര്യം മാത്രമാണ് എന്തെന്ന് ഈഗോയിസത്തില്ല, മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും അവർ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ യൂട്ടിലാരിറ്ററിസം എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ തിയറി വിച്ച് സേസ് ദാറ്റ് ഓൾ പെയിൻസ് ആൻഡ് ആക്ഷൻസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിറ്റി ഷുഡ് ബി പ്രൊഡ്യൂസ് ദ ഗ്രേറ്റ് ഗുഡ് ടു പബ്ലിക്കിന് വേണ്ടിയിട്ട്, അവർക്ക് അതായത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നല്ലത് ചെയ്യാം, അവരെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യും. ഇപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എന്താ പറയുക എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഒരു പൊല്യൂഷനോ അങ്ങനെ ഒന്നുമില്ലാണ്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം നല്ലത്, അവരെ ഹാപ്പി ആവുക, അവരുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ നല്ല എംപ്ലോയ്മെൻറ്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് ക്വാളിറ്റി പ്രൈസ് കുറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ സൊസൈറ്റീനെ അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ് എന്തെന്ന് പറയുന്നത് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നത്. An action is good to result maximum advantage to a large number of people. In fact, for the utilitarianism, an act is morally right. It produces greater happiness to the greatest number of people. അതായത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, പൊതുവെ ജനങ്ങൾക്ക് അതിനോടൊരു താല്പര്യം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, അവർക്ക് അതിനോടൊരു സന്തോഷം ഉണ്ടാവും. അവരെ കൺസിഡർ ചെയ്യാമെന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. പക്ഷേ ഇഫ് മോറലി റോങ് ഇറ്റ് പ്രൊഡ്യൂസ് മോർ പെയിൻ ടു ദ ഹാപ്പിനെസ് ഓഫ് ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഈസ് കൺസിഡർ. ഇനി നമ്മൾ എന്തെങ്കിലും തെറ്റാണ് അവരോട് ചെയ്യണത്, അതായത് ഹൈ പ്രൈസിൽ കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെൽഫെയറും കാര്യങ്ങളൊന്നും കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ് ഓട്ടോമാറ്റിക്കലി അവർക്കൊരു വിഷമം ഉണ്ടാവും. അത് എന്താണ് വിഷമമാകുമ്പോൾ അവരുടെ ഹാപ്പിനെസ്സിന് അവരുടെ സന്തോഷത്തിന് അത് ബാധിക്കും. അപ്പോൾ ഇതാണ് എന്തെന്നാണത് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് എൻഡ്യൂമറിസം എന്ന് പറഞ്ഞത്. അതെന്ന് പറഞ്ഞത് ടെലോളജിക്കൽ തിയറി പോലെയാണ്, വിച്ച് അതായത് പോസ് എന്ന് പറഞ്ഞത് എന്താ ഉയർത്തി വെച്ചിരിക്കുന്നത് എന്നാണത്. ദാറ്റ് ആൻ ആക്ഷൻ ഈസ് ഗുഡ് ഇഫ് റിസൾട്ട് ഈസ് ഫുൾഫിൽ അവർ ഗോൾസ് അലോങ് വിത്ത് ദ വെൽഫെയർ ഓഫ് ഹ്യൂമൻ ബീങ്സ്. അതായത് ഹ്യൂമൻ ബീങ്സ് ഇപ്പോൾ എംപ്ലോയീസിന് അവരുടെ ഗോൾസ് കാര്യങ്ങൾ അച്ചീവ് ചെയ്യിക്കാൻ വേണ്ടി ട്രെയിൻ കൊടുക്കുമ്പോൾ അതൊരു എന്താ പറയുക മോറലിന്, അതായത് ഒരു എത്തിക്സിന് ആയിട്ടാണ് എന്നാണ് പറയണത്. ഇനി അതായത് ദ ആക്ഷൻ ആർ സെഡ് ടു ഫ്രൂട്ട്ഫുൾ ഇറ്റ് പ്രൊമോട്ട്സ് ഓർ ടെൻഡ് ടു പ്രൊമോട്ട് ദ ഫുൾഫിൽമെൻറ്റ് ഗോൾ കോൺസിഡർ ഹ്യൂമൻ നേച്ചർ ആൻഡ് ഹാപ്പിനെസ്. അത് അവർ പല കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ട്രെൻഡ്സ്, അതായത് ഒരു വ്യക്തിനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു ഹാപ്പിനെസ് വരികയാണെങ്കിൽ അതൊരു മൊറാലിറ്റിയുടെ ഭാഗമായിട്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഇതിൽ പറയണത് എന്താ വെച്ചാൽ മാനേജേഴ്സ് അവിടുത്തെ എംപ്ലോയീസിനെ എന്താണ് ട്രെയിൻ ചെയ്യിപ്പിക്കും. അതായത് നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് നോളേജ് അവരുടെ വർക്കിനെ പറ്റി നോളേജ് കൊടുക്കുക. ആ സമയം അപ്പോൾ അവർക്ക് എന്താ ഉണ്ടാവണത്, രണ്ട് കൂട്ടക്കാർക്ക് ആ ലാഭം. ഒന്ന്, അവിടുത്തെ എംപ്ലോയീസിന് ട്രെയിനിങ് കിട്ടുമ്പോൾ അവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ട് ഇവർ നന്നായി വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഗോൾസ് അവർക്ക് അച്ചീവ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു എത്തിക്കൽ തിയറീനെ പറയുന്നതാണ് എൻഡ്യൂമറിസം എന്ന് പറയുന്നത്. ഈ മൂന്നെണ്ണമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് തിയറീസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ തിയോളജിക്കൽ തിയറീസ് ഇതുപോലെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം, വിർച്യു, തിയറി ഓഫ് ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം
യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞത് എന്താണ്? ദ ബെസ്റ്റ് നോൺ ഓഫ് കോൺസിക്യൂട്ടലിസ്റ്റ് തിയറി ഓഫ് എത്തിക്സ് ഈസ് കോൾഡ് യൂട്ടിലിറ്റേറിയനിസം. This theory is developed from the word of utility, which denote the capacity of action have good result. നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതിനെ പറയുന്നതാണ് എന്തെന്നാണ് ഇത് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നത്. അതിൽ ഇതിന് മെയിൻ യൂട്ടിലിറ്റി എന്ന ഒരു പ്രിൻസിപ്പിളിൽ നിന്നാണ്, അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ തിയറി വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ the action are right when they get maximum happiness or at least minimize unhappiness. Sorry, utility is happiness and this disutility is unhappiness. The actions are right when they maximize the happiness or at least minimize the unhappiness. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് എന്താ പറയുക, നമ്മൾ യൂസ് ചെയ്തു, നമ്മൾക്ക് അത് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഹാപ്പി വരും. നമ്മൾ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താണ് അൺഹാപ്പി വരും. അങ്ങനെ നമ്മൾ എന്താണ് ആക്ഷൻസ് നമ്മൾ റൈറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സന്തോഷം വരും. നേരെ മറിച്ച് നമ്മൾ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എത്തിക്സിനെതിരായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക, നമുക്ക് ഓട്ടോമാറ്റിക്കലി അൺഹാപ്പി ആയി വരും. അതാണ് എന്തെന്നാണത് ഈ തിയറിയിൽ പറയണത്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് റൈറ്റ് കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്. പിന്നെ ഇതിൽ ജെർമി ബെന്റ്ലൻ ആൻഡ് ആക്ഷൻ ഈസ് റൈറ്റ് ആൻഡ് ഓൺലി ഇറ്റ് പ്രൊഡ്യൂസ് ദ ഗ്രേറ്റർ ബാലൻസ് ഓഫ് ഹാപ്പിനെസ് ഓഫ് പ്ലഷർ ഓവർ ദ പെയിൻ ഫോർ എവരി വൺ. ദ എൻഡ് ജസ്റ്റിസ് ദ മീൻസ്. ഇത് ക്ലാസിക് എക്സ്പ്രഷൻ ഓഫ് യൂട്ടിലിറ്റേറിയനിസം തിങ്കിങ്. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് ഓൺ ദ ബേസിസ് ഓഫ് ജെർമി പറയുന്ന എത്തിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് 4 ബേസിക് തിങ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി ഞാൻ പറഞ്ഞു ജെർമി ബെന്റ്ലൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് യൂട്ടിലിറ്റേറിയനിസത്തിനെ പറ്റിയിട്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു, ഇതിനെ ഒന്നും കൂടി പറയാം, കോൺസിക്വൻറ്റാലിസം എന്ന് പറയും. കോൺസിക്വൻറ്റാലിസം നോർമാറ്റീവ് എത്തിക്കൽ തിയറി holding the consequence of one conduct are the ultimate basis for any judgment about the rightness or wrongness of the conduct. ആ വ്യക്തിയുടെ കോൺസിക്വൻസസ്, അതായത് പരിണത ഫലങ്ങൾ അനുസരിച്ചിരിക്കും അയാളുടെ തെറ്റോ ശരി എന്നുള്ളത് ജഡ്ജ് ചെയ്യണത്. The consequentialism hold the rightness of goodness of any action at least depends on consequences it produces. അദ്ദേഹത്തിൻ്റെ അനന്തരഫലങ്ങൾ, അതിൻ്റെ കോൺസിക്വൻസസ് അദ്ദേഹം ചെയ്യുന്നത് അയാൾ ചെയ്യുന്നത് അത് തെറ്റോ ശരിയോ എന്ന് നോക്കുന്നതാണ് എന്തെന്നാണത് ഇതിൻ്റെ പണി, കോൺസിക്വൻറ്റാലിസത്തിൻ്റെ ജോലി എന്ന് പറയണം. ആ വ്യക്തി ചെയ്യുന്നത് എന്താണോ അത് ആ വ്യക്തി ചെയ്യുന്നത് അനുസരിച്ച് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് ജഡ്ജ് ചെയ്യണത് അയാൾ ചെയ്തതിന് അനുസരിച്ചിരിക്കും. ഹെൻഡോണിസം എന്ന് പറഞ്ഞത് ഇസ് എ സ്കൂൾസ് ഓഫ് തോട്ട് ദാറ്റ് ആർഗ്യൂസ് ദ സെർച്ച് ഓഫ് പ്ലഷർ ആൻഡ് ഇന്നർ ഗുഡ്സ് ആൻഡ് പ്രൈമറി ഓർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗോൾസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. അതായത് ഇതിലെന്ന് പറഞ്ഞാൽ ഹെൻഡോണിസം എന്ന് പറഞ്ഞത് നമ്മൾ സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞത് അതുപോലത്തെ ഒരു തിയറി തന്നെയാണ് ഹെൻഡോണിസം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈമറി അതായത് മാക്സിമം പ്രഷർ കൊടുത്തിട്ട് നമ്മുടെ പെയിൻ കുറയ്ക്കുക, മാക്സിമം നമുക്ക് സന്തോഷം വന്നിട്ട് അതിൽ നിന്ന് കുറച്ച് സങ്കടം കുറയ്ക്കുക. ആ സന്തോഷത്തിൽ നിന്ന് നമുക്ക് പല സന്തോഷങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നമ്മുടെ സങ്കടങ്ങൾ കുറയ്ക്കുക ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞത്. അതായത് ഇതിൽ മെയിനായിട്ട് നോക്കേണ്ടത് ഇൻഹെറിയൻറ്റ് ഗുഡ്സ് ആയിരിക്കണം അവരുടെ പ്രൈമറി ഗോൾ. ഒരു ഹ്യൂമൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറഞ്ഞത് ഇൻഹെറിയൻറ്റ് ഗുഡ്സ് ആയിരിക്കണം. പിന്നെ മാക്സിമലൈസിസം എന്ന് പറഞ്ഞത് മാക്സിമം എന്താണ് പ്ലഷർ, പെയിനെ മാക്സിമം പ്ലഷർ കൊടുക്കുക, സന്തോഷം അത്രയും കൊടുക്കാം. ദ പ്രൊപ്പോൺസ് ദ യൂട്ടിലിറ്റേറിയനിസം തിയറി വി ദാറ്റ് മാക്സിമം നെറ്റ് പ്ലഷർ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ സബ്സ്ട്രാക്റ്റിംഗ് പെയിൻ ഫ്രം ദ പ്ലഷർ പ്രൊഡ്യൂസ് ബൈ ഹെർ ആക്ഷൻ. ഈ തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ സന്തോഷം കൂട്ടിയിട്ട് നമ്മൾ അതിൽ നിന്നാണ് നമ്മുടെ പ്ലഷർ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഹെൻഡോണിസം പറഞ്ഞ പോലെ തന്നെയാണ് ഈ മാക്സിമൈസം പറയണത്. നമ്മുടെ പ്ലഷർ, ആ വ്യക്തിയുടെ പ്ലഷർ ആണ് കൂടുതലും വേണ്ടത്. അതാണ് നമ്മൾ എന്നിട്ട് നമ്മുടെ പെയിൻ കുറയ്ക്കുക. അതായത് നമ്മളിപ്പോൾ പറയില്ലേ പെയിൻ ഗെയിൻ എന്ന് പറഞ്ഞാൽ അതുപോലെ അതാണ് പറയണത്. ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ്
അതായത് യൂണിവേഴ്സലിസം എന്ന് പറഞ്ഞത് യൂട്ടിലറിയൻ പ്രിൻസിപ്പിൾ ക്യാൻ ബി അപ്ലൈഡ് ടു എവരി വൺ. ദ യൂണിലാരിസം തിയറീസ് യൂട്ടിലറിയൻ ഒബ്ലിഗൈസ് ടു യൂസ് കൺസിഡർ ഓൺലി നോട്ട് അവരുടെ ഇൻട്രസ്റ്റ് ബട്ട് ഇൻട്രസ്റ്റ് ടു എവരി വൺ ഇൻ പെർഫോമിങ് അവർ ആക്ഷൻ. യൂണിവേഴ്സലിസം എന്ന് പറഞ്ഞത് നമ്മുടെ സ്വന്തം ഇൻട്രസ്റ്റിന് മാത്രമല്ല മറ്റുള്ളവരുടെ ഒരു സന്തോഷം കൂടി ഇതിൽ കൺസിഡർ ചെയ്യണം. അതായത് സ്വന്തം കാര്യത്തിൽ മാത്രമായിട്ട് കൺസിഡർ ചെയ്യരുത്, മറ്റുള്ളവരുടെയും അതെ അവരുടെ നമ്മുടെ മാത്രമല്ല എല്ലാം യൂണിവേഴ്സലി, അതായത് യൂണിവേഴ്സ് മൊത്ത കാര്യങ്ങളും അവർ നോക്കണം. അല്ലാണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മാത്രം പോരാ. അതാണ് എന്തെന്നാണ് യൂണിവേഴ്സലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു? കോൺസിക്വൻ്റലിസം, എൻഡോയിസം, മാക്സിമലിസം ആൻഡ് യൂണിവേഴ്സലിസം.